അമ്മച്ചിയും പെങ്ങന്മാരെയും കയ്യിലെടുത്ത് എന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചല്ലേ? മതി. 6 മാസം എന്നുള്ളത് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാൻ റെഡി ആയിക്കോ. അതെ, ഞാനും അത് കാത്തിരിക്കുക. പാവപ്പെട്ട കന്യാസ്ത്രീയെയും അമ്മച്ചിയെയും എന്തെല്ലാം പറഞ്ഞു വഞ്ചിക്കുന്നു. ഈ പാവത്തിനൊക്കെ എന്നോട് പൊറുക്കണേന്ന് മാത്രമാ ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മടുത്തു ഈ അഭിനയം. അത് പല മുറികളിൽ പലരോടത്ത് അന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് ഒരുത്തനോടത്തുള്ള 2-3 മാസത്തെ ജീവിതം അറുപൂറായിട്ട് തോന്നും. അത് നിന്റെ വർഗത്തിൽപ്പെട്ടവളമാർക്ക് ആദ്യം തോന്നുക. സാരമാക്കണ്ട. ഈ ബുദ്ധിയും സ്മാർട്ട്നെസ്സും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ല. എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന്. നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ. മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും. പറയട്ടോ. സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് ഭാര്യയെ എടുത്തു പൊക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെയാണ് പതിവ്. സിനിമയിലും കഥാപുസ്തകത്തിലൊക്കെ അങ്ങനെയാ. ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം. നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു. ഞാൻ ഗർഭിണിയാണ്. സംശയിക്കണ്ട, 4 മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടെ ഞാൻ പോയിട്ടില്ല. ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാ. ദേ മോളെ, ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം. ഇനി അവന് കാപ്പിയും ചായയൊക്കെ വേണമെങ്കിൽ രമണി കൊണ്ട് കൊടുക്കും. നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല. 4-5 പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കാണ്ട് തന്നെ അറിയാം ഇതൊക്കെ. എന്തിനുള്ള പുറപ്പാടാ നീ? സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും. ആ കുട്ടിയെ ഞാൻ വളർത്തും. വളർന്ന് വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് കഥ പറയും. സിംഗപ്പൂരിലല്ല, ഇവിടെ ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു. പരിക്കുകളൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെടുന്നു. ഭയപ്പെടണ്ട. അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല. സണ്ണിച്ച, നീ ഉച്ച കഴിഞ്ഞ് വല്ലയിടത്തും പോകുന്നുണ്ടോ? സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം. അവിടെ മതി. പാലായ്ക്ക് കൊണ്ടുപോയാ പിന്നീടുള്ള പോക്കുവരെ ബുദ്ധിമുട്ടാവും. ഇനി എല്ലാ മാസവും പോണല്ലോ. മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ. നീയും കൂടി വരുന്നെങ്കി വാ. ഞങ്ങൾ പൊയ്ക്കോളാം. അമ്മച്ചി വരണ്ട. എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ്. ചെക്കപ്പിന്. ഇനി മാസാമാസം ചെക്കപ്പ്, വിശ്രമം, പോഷകാഹാരം. കൊച്ചു മിടുക്കി തന്നെ നീ. അല്ല ഡോക്ടർ, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഒത്തിരി കപ്പിൾസിനെ എനിക്കറിയാം. ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും. പിന്നെ അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാവും, നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട്. മാത്രമല്ല 3.5 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ്. എന്തിനാ ആവശ്യമില്ലാതൊരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത്? കണ്ടോ, പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ വെറുതെ സാന്ദ്ര,
ചന്ദ്ര, ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിന് മത്സരിച്ച് ഈ തേവിടിച്ച് പെണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട. ആ നാൻസി, എന്താ ഇവിടെ? എന്തു പറ്റിയത്? പടിയിറങ്ങിയപ്പോ അല്ല വാതിലിൽ തട്ടി വീണതാ. അതൊന്നുമല്ല. എന്താ ഉണ്ടായത്? സത്യം പറ. എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ. പാലോ മറ്റത്തെ തണ്ണിച്ചെന്നെ എടുത്തില്ലല്ലോ നിന്റെ ഈ പാതിവൃത്തി ഒന്നും. മിണ്ടി പോവരുത്, ചവിട്ടി കൊന്നുകളയും ഞാൻ. പോളച്ചെയ്തെന്ന് പറഞ്ഞില്ലേ? പൊളച്ചും വീട്ടിലില്ല, വെള്ളം കണ്ണിക്ക് പോയിരിക്കുക. അന്ന് സണ്ണിച്ചാന്റെ കല്യാണത്തിന് ക്വയർ പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചാനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ. അത് ശരി. മനസ്സിലാവുന്നില്ലേ? തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേഴ്സും പ്രിൻസിപ്പലും ഒക്കെ വേണം. അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള വകതിരിവ് അത് വേണം. ആ ബോധം അതിന് നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നുമില്ലല്ലോ. ഒരുത്തി മടത്തി ചേർന്ന് പുല്ലാങ്കുന്നേലെയാണ് വായെ തൂങ്ങി നീ കുറെ കളി കളിച്ചു. ഇനി ഇന്ന് മുതൽ ഞങ്ങൾ കളിക്കാൻ പോകാം. നിനക്ക് എന്താണ് ചെയ്യാണെന്ന് വെച്ചാൽ ചെയ്തോ. യോമാനെ തൊട്ടാൽ നമ്മുടെ കൈ നാറും. എങ്ങനെയായിരുന്നു എന്റെ പെർഫോമൻസ്? കുറച്ച് നാളായിട്ട് യോമാർക്കിട്ട് ഒരു കൊട്ടു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. യോമാനെ നമുക്ക് ഡീലേ സണിച്ചാ അമ്മാവൻ ആനപ്പുറത്ത് കയറിയ ആസനത്തിൽ തരമ്പ് കാണുകടാ. ഇവനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അവൻ പണം വെച്ച് ചീട്ട് കളിച്ചു, അറസ്റ്റ് ചെയ്തു. സാക്ഷികളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ തന്നെ ഇവനോട് ഇതൊക്കെ പറയുന്നതിനാ? ആണുങ്ങൾ തമ്മിൽ തല്ലി തീർക്കുന്നത് നേർക്ക് നേരെ എന്നാ. എന്റെ വീട്ടിലെ പട്ടിക്കെട്ട് തല്ലണേലും നിനക്കൊക്കെ ഇവന്മാരുടെ പിൻബലം വേണം. ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്ന. വിട്ടില്ലെങ്കിലോ? വിട്ടേ പറ്റൂ. ഞങ്ങൾ ലീഗലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇതേ ലോക്കപ്പിൽ നീ വീണ്ടും വരും. എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ അപ്പൊ കാണാം. അന്ന് നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ. ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാം. മിണ്ടിപ്പോകരുത്, കൊന്നുകളഞ്ഞ ഞാൻ. അതിനും തയ്യാറായ ഞാൻ വന്നിരിക്കുന്നത്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ വിലയേറിയ ഒരു സർട്ടിഫിക്കറ്റ്. നീ അവന്റെ രോഗവിവരം ഇവിടുത്തെ രജിസ്റ്ററിൽ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം. ബാത്റൂമിൽ വീണെന്നോ അല്ലെങ്കിൽ വല്ല ലോറി ഇടിച്ചെന്നോ കള്ളക്കഥ ചമയ്ക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ തെളിയിച്ചത്. അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോകാതെ പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടുവന്നത്. എഴുത് എഴുത്. ഈ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു നാൾ നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതണ്ട. അതുകൊണ്ട് ഒരു പേരില്
വക്കീൽ സാറേ, എന്ത് ഒഫൻസ് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് CI ദാമോദരൻ നായരെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യിക്കാൻ സാറിന് പറ്റുമോ? നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർഡ് ആയിട്ട് മൂവ് ചെയ്താൽ ഇനി ഒരിക്കലും അയാൾ സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവന്റെ തൊപ്പിയൊന്ന് ഊരി തന്നാൽ പിന്നെ ഒരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു. എന്ത് വില കൊടുത്തായാലും സാർ അവനെ ഒരു ദിവസത്തേക്ക് എനിക്ക് സസ്പെൻഡ് ചെയ്യിച്ച് തരണം. ശരി, ഓക്കെ ഓക്കെ. എണ്ണ നന്നായി താന്നിട്ടേ കുളിക്കാവൂ. തല തണുക്കണം.